നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. പിതൃതർപ്പണ പുണ്യം തേടി പതിനായിരങ്ങൾ വാവുബലി അർപ്പിച്ചു. ജില്ലയിലെ പ്രധാന ബലിത്തറകളിലും ക്ഷേത്രങ്ങളിലും വൻ ഭക്തജന തിരക്ക്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പ്രതിഭാ സംഗമം നടത്തിപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ക്രമക്കേട് നടത്തിയെന്ന് ആരോപണം. തെളിവുകളുമായി വെൽഫെയർ പാർട്ടി. പ്രസിഡന്റ് രാജിവെക്കണമെന്ന ഇടതുമുന്നണിയും ബിജെപിയും. പഞ്ചായത്ത് ഓഫീസിലേക്ക് യുവമോർച്ച മാർച്ച്. പുനലൂരിലെ അവശേഷിക്കുന്ന പുറമ്പോക്ക് നിവാസികൾക്ക് വീണ്ടും റെയിൽവേയുടെ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ്. അനാവശ്യ ഒഴിപ്പിക്കൽ നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകം. 31-ന് പുനലൂർ താലൂക്ക് ഓഫീസിലേക്ക് CPM-ന്റെ പ്രതിഷേധ മാർച്ച്. തെന്മല ഉറുകുന്നിൽ ദളിത് യുവതിയെ അയൽവാസികൾ വീട് കയറി ആക്രമിച്ചെന്ന് പരാതി. ഇടത് കൈയിൽ ഒടിവേറ്റ യുവതി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ. പ്രതികൾക്കെതിരെ നടപടി വേണമെന്ന് KPMS. വാർത്തകൾ വിശദമായി. പിതൃതർപ്പണ പുണ്യം തേടി പതിനായിരങ്ങൾ വാവുബലി അർപ്പിച്ചു. ജില്ലയിലെ പ്രധാന ബലിത്തറകളിലും ക്ഷേത്രക്കടവുകളിലും വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. കർക്കടക മാസത്തിലെ അമാവാസി രാവിൽ ബലിതർപ്പണം നടത്തുന്നത് പുണ്യമാണെന്നാണ് ഹൈന്ദവ വിശ്വാസം. അതിനാൽ തന്നെ ക്ഷേത്രങ്ങളിലും വിവിധ കടവുകളിലെ ബലിത്തറകളിലും വൻ തിരക്കാണ് രാവിലെ മുതൽക്കേ അനുഭവപ്പെട്ടത്. പുനലൂരിലെ ബലിതർപ്പണത്തിന് വിപുലമായ സൌകര്യങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിവിധ ക്ഷേത്രങ്ങളും ചേർന്ന് ഒരുക്കിയത്. തൃക്കോതേശ്വരം ക്ഷേത്രം, മൂർത്തിക്കാവ്, TB ജംഗ്ഷനിലെ സ്നാനഘട്ടം എന്നിവിടങ്ങളിലാണ് ബലിതർപ്പണത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത്. ഇതിൽ പുനലൂർ തൃക്കോതേശ്വരം ക്ഷേത്രത്തിലാണ് വളരെയധികം തിരക്ക് അനുഭവപ്പെട്ടത്. രാവിലെ മുതൽ കടുത്ത തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. തിരക്ക് നിയന്ത്രിക്കുന്ന പുനലൂർ പോലീസിന്റെയും ബലിതർപ്പണ സമയത്തെ അപകട സാധ്യത കണക്കിലെടുത്ത് അഗ്നിശമന സേനയുടെയും സേവനം ഏർപ്പെടുത്തിയിരുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ബലിയിടാൻ ഇത്തവണ കനത്ത തിരക്കായിരുന്നു ഇവിടെ അനുഭവപ്പെട്ടത്. ബലിതർപ്പണത്തിന് എത്തിയവർക്കായി ദേവസ്വം ബോർഡിന്റെ വകയായി കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. ഇടപ്പാളയം സുബ്രഹ്മണ്യ സ്വാമി കോവിലിൽ രാവിലെ 6 മണി മുതൽ തന്നെ ബലിതർപ്പണം ആരംഭിച്ചു. നിരവധി ആളുകൾ ബലിയർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ബലിയിടുന്നതിനായി പ്രത്യേക സൌകര്യങ്ങളും ക്ഷേത്രം സമിതി ഇവിടെ തന്നെ ഒരുക്കിയിരുന്നു. പട്ടാഴി വടക്കേക്കര ശ്രീനാരായണപുരം ക്ഷേത്രക്കടവിൽ വിശ്വഹിന്ദു പരിഷത്ത് ആചാര്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ബലിതർപ്പണം നടന്നത്. രാവിലെ 6 മണിക്ക് ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങ് ഉച്ചയ്ക്ക് 2 മണി വരെ നീണ്ടു. വിശ്വാസികളുടെ അഭൂതപൂർവമായ തിരക്കു കാരണമാണ് ബലിതർപ്പണ ചടങ്ങുകൾ 2 വരെ നീണ്ടത്. ഒരേ സമയം 300ഓളം പേർക്ക് ഒരുമിച്ച് ബലിതർപ്പണം നടത്താവുന്ന വിധത്തിലാണ് സംഘാടകർ ഇവിടെ ക്രമീകരണങ്ങൾ ഒരുക്കിയത്. വിശ്വഹിന്ദു പരിഷത്തിന്റെ ആചാര്യ വിഭാഗം പ്രതിനിധി P. രാമകൃഷ്ണന്റെ മുഖ്യ കാർമ്മികത്തിലായിരുന്നു ചടങ്ങുകൾ. വിശ്വഹിന്ദു പരിഷത്തിനൊപ്പം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരും പട്ടാഴി കേരളമംഗലം മഹാവിഷ്ണു ക്ഷേത്ര ഭാരവാഹികളും ബലിതർപ്പണത്തിനെത്തിയവർക്ക് സഹായങ്ങളുമായി സജീവമായിരുന്നു. തർപ്പണത്തിനെത്തിയ വിശ്വാസികൾക്ക് പ്രഭാത ഭക്ഷണവും ചായയും നൽകിയാണ് സംഘാടകർ വരവേറ്റത്. ക്ഷേത്രങ്ങളിൽ പിതൃസായുജ്യത്തിനായി തിലഹവനവും പിതൃപൂജകളും നടന്നു. വിവിധ ന്യൂസ് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പ്രതിഭാസംഗമ നടത്തിപ്പിന്റെ പേരിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുഭിലാഷ് കുമാർ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന്റെ രേഖകൾ വെൽഫെയർ പാർട്ടി പുറത്തുവിട്ടു. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രവർത്തകർ പ്രകടനം നടത്തി.
കഴിഞ്ഞ ജനുവരിയിൽ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച പ്രതിഭാസംഗമത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുഭിലാഷ് കുമാർ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാണ് ആരോപണം. ക്രമക്കേട് നടത്തിയതിന്റെ തെളിവുകൾ വെൽഫെയർ പാർട്ടി പുറത്തുവിട്ടു. കുളത്തൂപ്പുഴയിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് KB മുരളിയുടെ സാന്നിധ്യത്തിൽ സംസ്ഥാന ഭാരവാഹി K സജീദ് ഇവ മാധ്യമപ്രവർത്തകർക്കും നാട്ടുകാർക്കും കൈമാറി. പ്രതിഭാസംഗമ നടത്തിപ്പിന് 1,50,000 രൂപ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് അനുവദിച്ചിരുന്നു. പ്രതിഭാസംഗമം 2014 ചെലവായത് 1,50,150 രൂപയാണ്. അധികമായി ചെലവായത് 150 രൂപ മാത്രമാണെന്നിരിക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ SFCK, RPL, സിഡ്കോ എന്നിവിടങ്ങളിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കണക്കിൽപ്പെടാതെ പിരിച്ചെടുത്ത തുകയുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. നിങ്ങളുടെ പ്രസിഡന്റ് കഴിഞ്ഞ പ്രതിഭാസംഗമം നടക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ സ്റ്റേറ്റ് റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ എന്ന പൊതുസ്ഥാപനത്തിൽ നിന്ന് മേടിച്ച ഈ പണം എങ്ങോട്ട് പോയി, എവിടേക്ക് പോയി എന്ന് നിങ്ങൾ മറുപടി പറയണം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പൊതുജനത്തെ എന്നും വിട്ടുകളാക്കാമെന്ന് നിങ്ങൾ കരുതരുത്. അതുപോലെ തന്നെ തീർന്നില്ലല്ലോ, വീണ്ടുമുണ്ടല്ലോ. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിൽ നിന്ന് നിങ്ങൾ വാങ്ങിയ പണം എവിടേക്ക് പോയി എന്ന് നിങ്ങൾ പൊതുജനങ്ങളോട് മാപ്പ് പറയണം. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ കണക്കുകളും പുറത്തുവരാനുണ്ടത്രേ. ചെക്കായി എത്തിയ തുകകൾ മാറിയെടുക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിൽ SBTയുടെ കുളത്തൂപ്പുഴ ശാഖയിൽ അക്കൌണ്ടും ആരംഭിച്ചു. ഇത്തരത്തിൽ പ്രസിഡന്റിന് അക്കൌണ്ട് എടുക്കുന്നതിന് നിയമം അനുവദിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സുഭിലാഷ് കുമാറിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് വെൽഫെയർ പാർട്ടി വ്യക്തമാക്കി. അപ്പീൽ കമ്മീഷനിൽ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ പ്രതിഭാ സംഗമത്തിന്റെ ആ നോട്ടീസിൽ, മൾട്ടി കളർ ആ നോട്ടീസിൽ 5 പരസ്യങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു പരസ്യത്തിന് 10,000 രൂപ വെച്ച് കൂട്ടിയിരുന്നാലും എത്ര രൂപയാകുന്നു? അപ്പോൾ അവർ പറയുന്നത് കണക്കിൽ ഈ പ്രതിഭാ സംഗമത്തിന് നോട്ടീസിൽ പരസ്യങ്ങൾ കൊടുത്തത് ആ പ്രതിഭാ സംഗമത്തിന്റെ കണക്കിൽ പറയുന്നില്ല. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ആരോപണ വിധേയനായ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് പഞ്ചായത്തിലെ LDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. വിഷയം പഞ്ചായത്ത് സമിതിയിൽ ഉന്നയിച്ച LDF യോഗം തർക്കത്തിലെത്തിയതോടെ ബഹിഷ്കരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുഭിലാഷ് കുമാർ നടത്തിയ സാമ്പത്തിക ക്രമക്കേടിന്റെ തെളിവുകൾ വെൽഫെയർ പാർട്ടി പുറത്തുവിട്ട സാഹചര്യത്തിൽ പ്രസിഡന്റ് രാജിവെച്ച് അന്വേഷണം നേരിടണം എന്നാണ് പഞ്ചായത്തിലെ ഇടതുപക്ഷ അംഗങ്ങളുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് സമിതി യോഗത്തിൽ വെൽഫെയർ പാർട്ടി പുറത്തുവിട്ട തെളിവുകളുമായാണ് LDF അംഗങ്ങൾ പങ്കെടുത്തത്. യോഗം ആരംഭിച്ചപ്പോൾ തന്നെ പ്രസിഡന്റ് കണക്കിൽപ്പെടാതെ പണപ്പിരിവ് നടത്തിയ കാര്യം തെളിവുകൾ സഹിതം പുറത്തുവന്ന സാഹചര്യത്തിൽ പദവിയിൽ തുടരാൻ സുഭിലാഷ് കുമാറിന് അർഹതയില്ലെന്ന് ഇടതുപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇതേ തുടർന്ന് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് പഞ്ചായത്ത് സമിതി യോഗം ബഹിഷ്കരിച്ച് മുദ്രാവാക്യം വിളിച്ച് ഇടതു അംഗങ്ങൾ പുറത്തുവന്നു. പിന്നീട് അല്പനേരം പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷാംഗങ്ങൾ പ്രകടനമായി പുറത്തേക്ക് പോയി. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. സാമ്പത്തിക ക്രമക്കേട് നടത്തിയ കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സി സുഭിലാഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. യുവമോർച്ച പുനലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രവർത്തകരെ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി. തുടർന്ന് നടന്ന ധർണ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് PS പ്രവീണിന്റെ അധ്യക്ഷതയിൽ BJP മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സി സുഭിലാഷ് കുമാർ രാജിവെക്കും വരെ സമരം തുടരുമെന്ന് ആലഞ്ചേരി ജയചന്ദ്രൻ പറഞ്ഞു. ആ പ്രതിഭാ സംഗമത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള വൻ അഴിമതി, ലക്ഷങ്ങളുടെ തട്ടിപ്പ്, ഇത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാൻ സാധിക്കും 1.5 ലക്ഷം രൂപ നമ്മുടെ കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ വകവച്ചിരിക്കുന്ന ഈ പ്രതിഭാ സംഗമത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന 1.5 ലക്ഷം രൂപയാണ്. ഈ 1.5 ലക്ഷം രൂപയല്ലാതെ 5 പൈസ പിരിക്കണ്ട എന്നാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം. പക്ഷെ ഈ പറയുന്ന ഈ വിദ്വാൻ, ഈ നമ്മുടെയൊക്കെ കുളത്തൂപ്പുഴ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ഈ വിദ്വാൻ ചെയ്ത പരിപാടി സ്വന്തമായിട്ടൊരു അക്കൗണ്ട് അങ്ങ് തുടങ്ങി. കുളത്തൂപ്പുഴ പഞ്ചായത്തിന് സ്വന്തമായിട്ട് അയാളുടെ അപ്പൂപ്പന്റെ വകയായിട്ടാണ് ഈ സുഭിലാഷ് കുമാർ കണ്ടത്. ഈ കുളത്തൂപ്പുഴ
കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തമായിട്ട് പോയി ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് സ്വന്തമായി ഒരു ലെറ്റർപാട് അടിച്ച് ചെന്നേക്കുന്നു. പൈസ പിരിക്കാനായിട്ട് ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റു ചില സ്വകാര്യ വ്യക്തികൾ ലക്ഷക്കണക്കിന് രൂപ പിരിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വിഷമം നമ്മൾ അറിയേണ്ടത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള കുടുംബശ്രീ യൂണിറ്റ് പ്രവർത്തിക്കുന്ന പെണ്ണുങ്ങൾ, അന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഈ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം രൂപയിൽ പുറത്താണ് ഈ പറയുന്ന ഈ വിദ്വാൻ കൈപ്പറ്റിയിരിക്കുന്നത്. വടമൺ ബിജു, അരുൺ ചന്ദ്രശേഖർ, ഏരൂർ സുനിൽ, ഇടമൺ റജി, ലാൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പുനലൂരിലെ അവശേഷിക്കുന്ന പുറമ്പോക്ക് നിവാസികൾക്ക് വീണ്ടും റെയിൽവേയുടെ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ്. അനാവശ്യ ഒഴിപ്പിക്കൽ നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകം. 31-ന് പുനലൂർ താലൂക്ക് ഓഫീസിലേക്ക് സിപിഎമ്മിന്റെ പ്രതിഷേധ മാർച്ച്. ബുധനാഴ്ച വൈകിട്ടോടെയാണ് റെയിൽവേ അധികൃതർ പുറമ്പോക്ക് നിവാസികൾക്ക് നോട്ടീസ് നൽകാനെത്തിയത്. എന്നാൽ ഇതിൽ പട്ടയവും കുടികിടപ്പ് അവകാശമുള്ളതുമായ വീടുകളിലും സ്ഥാപനങ്ങളിലും റെയിൽവേ നോട്ടീസ് നൽകിയതിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ഇതിനു മുൻപ് പുറമ്പോക്കിൽ താമസിച്ചിരുന്ന നിരവധി കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചിരുന്നു. ഇവർക്ക് നഗരസഭാ മേഖലയിൽ വള്ളിമാനൂരിൽ സർക്കാർ സ്ഥലം അനുവദിച്ച് നൽകുകയും ചെയ്തിരുന്നു. മുൻഗണനാ പട്ടിക തയ്യാറാക്കി നഗരസഭ ഇവർക്ക് വീട് വെക്കുന്നതിന് 2 ലക്ഷം രൂപ വീതം അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ വീട് വെക്കുന്നതിനും വഴിവെട്ടുന്നതിനുമെതിരെ സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചതുമൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നില്ല. കോടതിയുടെ സ്റ്റേ മാറ്റുന്നതിനും വീട് വെക്കുന്നതിനും സ്ഥലത്തെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും ബന്ധപ്പെട്ടവർ തയ്യാറായതുമില്ല. ഇതോടെ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ കടുത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് റെയിൽവേ വീണ്ടും കുടിയൊഴിപ്പിക്കലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിൽ റെയിൽവേ ലൈനിന് അകലെയുള്ളവർക്കാണ് ഒഴിഞ്ഞുപോകാൻ നോട്ടീസ് നൽകിയിട്ടുള്ളത്. വികസനത്തിന് ആവശ്യമില്ലാത്തതും റവന്യൂ രേഖകളിൽ ഉള്ളതുമായ സ്ഥലങ്ങളിൽ താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ ഒഴിഞ്ഞുപോകണമെന്നാണ് റെയിൽവേയുടെ ഇപ്പോഴത്തെ ആവശ്യം. ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. റവന്യൂ ഭൂമിയിൽ താമസിക്കുന്ന ഈ റെയിൽ ലൈനുമായി എത്രയോ മീറ്റർ അകലെയുള്ള റവന്യൂ ഭൂമിയിൽ താമസിക്കുന്ന പറ്റിലീട്ട് വരെ കൈവശമുള്ള കുടുംബങ്ങൾക്ക് നേരെ ഇപ്പോൾ റെയിൽവേ കുടിയൊഴിപ്പിക്കൽ ഭീഷണി ആരംഭിച്ചിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. റെയിൽവേ ഭൂമിയല്ല. റെയിൽവേ ഭൂമി അല്ലാത്തവർക്കും റെയിൽവേ നോട്ടീസ് ചെയ്യുകയാണ്. കുടിയൊഴിപ്പിക്കാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഡസൻ കണക്കിന് കുടുംബങ്ങൾ ഇപ്പോൾ ഡെയിലി മധുരയിൽ പോയി ഡിവിഷണൽ മാനേജർക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. ആരാധനാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും ഇപ്പോൾ റെയിൽവേയുടെ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിലാണ്. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഒരു പങ്കും നിർവഹിക്കാത്ത റെയിൽവേയുടെ നിയമവിരുദ്ധ കുടിയൊഴിപ്പിക്കൽ ഉടൻ അവസാനിപ്പിക്കണമെന്ന് സിപിഎം പുനലൂർ ഏരിയ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കുടിയൊഴിപ്പിച്ചവർക്ക് പുനരധിവാസം ഉറപ്പാക്കണമെന്നും അനാവശ്യ കുടിയൊഴിപ്പിക്കൽ നടപടികളിൽ നിന്നും റെയിൽവേ പിന്തിരിയണമെന്നും ആവശ്യപ്പെട്ട് സിപിഎം 31-ന് പുനലൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. സിപിഎം പുനലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം എ രാജഗോപാൽ പുനലൂരിൽ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. രാവിലെ 10-നാണ് മാർച്ച്. ഇതിനകം കുടിയൊഴിപ്പിച്ചിട്ടുള്ള ആളുകളുടെ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സത്വരമായ നടപടികൾ സ്വീകരിക്കണം. ഇത് പുനലൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നമാണ്. ഈ ജനകീയ പ്രശ്നം ഉയർത്തിക്കൊണ്ടാണ് റെയിൽവേ പുറമ്പോക്കിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട പാവപ്പെട്ട ആളുകളുടെ പുനരധിവാസ പദ്ധതി ഉടൻ പൂർത്തിയാക്കുക എന്നുള്ളത് ഒരു മുദ്രാവാക്യം. അനാവശ്യമായിട്ടുള്ള കുടിയൊഴിപ്പിക്കൽ നടപടിയിൽ നിന്ന് റെയിൽവേ പിന്തിരിയുക. ഈ 2 പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഈ മാസം 31-ാം തീയതി രാവിലെ 100 കണക്കിന് റെയിൽവേ പുറമ്പോക്കിൽ ഉണ്ടായിരുന്ന പാവപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്ന താലൂക്ക് ഓഫീസ് മാർച്ച് സിപിഎം നേതൃത്വത്തിൽ നടക്കുകയാണ്. റെയിൽവേയുടെ പുതിയ നീക്കം വരും ദിവസങ്ങളിൽ പുനലൂരിനെ സമരഭൂമിയാക്കുമെന്നതിൽ തർക്കമില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഉറുകുന്നിൽ ദളിത് യുവതിയെ അയൽവാസിയും ഭാര്യയും ഇവരുടെ സഹോദരനും ചേർന്ന് വീടുകയറി മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ യുവതിയുടെ കൈയൊടിഞ്ഞു. സംഭവത്തിലെ പ്രതികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് KPMS താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പുനലൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഉറുകുന്ന അയ്യങ്കാളി നഗറിൽ ആദർശ് ഭവനിൽ പ്രസാദിന്റെ ഭാര്യ രജനിയെ അയൽവാസിയായ അജിയും ഭാര്യ രഞ്ജിനിയും ഇവരുടെ സഹോദരൻ ബിജുവും ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. ആയുധങ്ങൾ കൊണ്ടുള്ള അടിയിൽ രജനിയുടെ കൈയൊടിഞ്ഞു. ഇവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞാൻ കുടുംബപരമായിട്ട് ഞാനും എന്റെ ഭർത്താവും കൂടെ ഫാമിലിയായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടായി. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അജികുമാർ എന്ന് പറയുന്ന അജികുമാറും അവരുടെ ഭാര്യ രഞ്ജിനിയും കൂടെ ചേർന്ന് എന്തുവാ നിങ്ങൾ നാടകം കളിക്കുവാനോ എന്ന് ചോദിച്ചു എന്നെ വീട് കയറി ആക്രമിക്കുക. എൻ്റെ ഭർത്താവ് അവിടെ ഇല്ലായിരുന്നു. എൻ്റെ ഭർത്താവ് ബാത്റൂമിൽ പോയേക്കുമായിരുന്നു. ആ തക്കത്തിന് ഇവർ രണ്ടുപേരും കൂടെ വേലിപ്പത്തലുമായിട്ട് വന്ന് എന്നെ ക്രൂരമായിട്ട് എന്നെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് തറയിലിടുകയും അടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ വിളിച്ചുകൂടി കേട്ടോണ്ടാണ് എൻ്റെ ഭർത്താവ് ഓടി വന്നപ്പോഴത്തേന് എൻ്റെ ഭർത്താവ് എന്നെ രക്ഷിക്കാൻ നോക്കിയപ്പോഴത്തേന് എൻ്റെ ഭർത്താവിനെ ഇടിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്ത് ഒരുപാട് ക്രൂരമായി മർദ്ദിക്കുകയും അത് തുടർന്ന് എൻ്റെ അമ്മ ഓടി വരികയും
എല്ലാം ചെയ്ത്. എൻ്റെ പിള്ളേരെ ഈ അടിയൊക്കെ കേട്ടുകൊണ്ട് എൻ്റെ പിള്ളേർ ഉണർന്ന് എൻ്റെ പിള്ളേർ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. എന്നെ അടിച്ച് അവശതയാക്കി. നിന്നെ കാണിച്ചു തരാടി, പിന്നെ നിന്നെ ഞാൻ കൊല്ലാനാണ് വന്നത്, നിന്നെ കൊന്നിട്ടേ അടങ്ങത്തുള്ളെന്നും പറഞ്ഞ് ഈ മൊട്ട ബിജുവും ചേർന്നാണ് ഈ ചെയ്തത്. മൊട്ട ബിജുവാണ് പിടിച്ചു കൊടുത്തത്. രഞ്ജിനി എന്ന് പറയുന്ന മൊട്ട ബിജുവിൻ്റെ സഹോദരിയും മൊട്ട ബിജുവും കൂടെ പിടിച്ചു കൊടുത്ത് അജുകുമാറാണ് എന്നെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത്. രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് പ്രതികൾ പോലീസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെന്ന് KPMS താലൂക്ക് കമ്മിറ്റി ആരോപിച്ചു. സംഭവത്തിലെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് KPMS താലൂക്ക് പ്രസിഡന്റ് K. സുകുമാരൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതിയൊക്കെ കൊടുത്ത് ഇന്ന് വരെ പോലീസുകാർ ഇതുവരെയും 2 ദിവസമായിട്ട് പോലീസുകാരതിന് ഒന്ന് ചോദിക്കാനോ പറയാനോ മൊഴിയെടുക്കാനോ ഇതുവരെ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല. ഇതിന് യാതൊരു നടപടികളും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്നും ഈ പോലീസുകാരിൽ നിന്നും എനിക്കിത് ഒരു നടപടി എടുക്കണമെന്ന്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ചെമ്മന്തൂർ ഹൈസ്കൂളിൽ ഗണിതമേള സംഘടിപ്പിച്ചു. സ്കൂളിലെ ഗണിത ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ഏകദിന മേള. വിദ്യാർത്ഥികൾക്ക് ഗണിത പഠനം ലളിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിലെ ഗണിത ക്ലബിന്റെ നേതൃത്വത്തിൽ മേള സംഘടിപ്പിച്ചത്. രാവിലെ 10-ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പ്രഥമാധ്യാപിക ഡോക്ടർ ഐഷ ബിവി ഉദ്ഘാടനം ചെയ്തു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ സ്കൂളിലെ കുരുന്നു പ്രതിഭകൾ അവരുടെ കഴിവും അറിവും ഇവിടെ പ്രകടമാക്കുകയും അതനുസരിച്ച് വളരെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശനത്തിന് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കുട്ടികളെയും അവരെ ഇതിന് പ്രേരിപ്പിച്ച അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നൽകിയ അധ്യാപകരെയും ഞാൻ അനുമോദിക്കുന്നു. മേള വൈകിട്ട് 3 വരെ നീണ്ടു. വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും അവർ നിർമ്മിച്ച മോഡലുകൾ പ്രദർശിപ്പിക്കുന്നതിനും മേളയിൽ അവസരമൊരുക്കിയിരുന്നു. മേള പ്രയോജനകരമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. കുട്ടികൾ കൊണ്ടുവന്ന ചാർട്ട്സ്, പിന്നെ ജോമെട്രിക്കൽ ഷേപ്സ് ഉപയോഗിച്ചുള്ള വർക്കിംഗ് മോഡൽസ് തുടങ്ങിയവയാണുള്ളത്. മാത്സ് പൊതുവെ ഞങ്ങൾക്ക് പ്രയാസമുള്ളൊരു വിഷയമാണ്. ഈ എക്സിബിഷൻ കണ്ടപ്പോൾ കൂടുതൽ എളുപ്പമാണ്. വളരെ എളുപ്പമായിട്ട് തോന്നി. പല പ്രശസ്തരായ ശാസ്ത്രജ്ഞരുടെ എല്ലാ പ്രൊഫൈലും എല്ലാം ഇതിനകത്തുണ്ട്. അത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒരുപാട് എളുപ്പമായിട്ട് ഞാൻ വിചാരിച്ചത് മാത്സ് വളരെ പാടുള്ള വിഷയമാണെന്ന്. ഇപ്പോൾ തോന്നുന്നു മാത്സ് ഇച്ചിരി എളുപ്പമുള്ള വിഷയമാണെന്ന്. എല്ലാ ഇതിലും നല്ലതാണ്. അധ്യാപികമാരായ M. ഇന്ദു, B. രമാദേവി, S. സുസ്മിത, ശുഭ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുട്ടികൾക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയമാണ് ഗണിതം. അന്നേരം ഗണിതത്തിൽ അഭിരുചി ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെമ്മന്തൂർ ഹൈസ്കൂളിലെ മാത്സ് ക്ലബ്ബിലെ കുട്ടികൾക്ക് ഒരു പ്രദർശനം നടത്തുന്നതിന് തീരുമാനിക്കുകയും കുട്ടികളുടെ അഭിരുചി വളർത്തിയെടുക്കാൻ വേണ്ടി നടത്തിയ ഈ പ്രദർശനത്തിൽ കുട്ടികൾ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. MC റോഡിൽ നിലമേൽ ജംഗ്ഷനിൽ റോഡ് തകർന്ന് രൂപപ്പെട്ട കുഴികൾ അപകടക്കണി ഒരുക്കുന്നു. വഴിപാട് രൂപത്തിൽ അറ്റകുറ്റപ്പണി നടത്തുന്ന അധികൃതരുടെ നടപടിക്കെതിരെ ആക്ഷേപം ശക്തമാണ്. മടത്തറ പാരിപ്പള്ളി സ്റ്റേറ്റ് ഹൈവേയും MC റോഡും സംഗമിക്കുന്ന നിലമേൽ ജംഗ്ഷനിൽ MC റോഡിലാണ് കുഴികൾ രൂപപ്പെട്ടത്. സിഗ്നൽ കടന്നെത്തുന്ന വാഹനങ്ങൾ കുഴികളിൽ പെടുന്നതും അപകടങ്ങൾ സംഭവിക്കുന്നതും ഇവിടെ നിത്യസംഭവമായിട്ടുണ്ട്. അപകടങ്ങളെന്ന് മന്ത്രി തന്നെ ഇതിനെ പോയപ്പോൾ മറിഞ്ഞ് വീഴാറി 3 വണ്ടി ഒരുമിച്ച് പിറ്റേന്നാണ് പണിയായത്. മഴക്കാലമായതോടെ കുഴികളിൽ മലിനജലം നിറഞ്ഞിരിക്കുകയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മഴവെള്ളം തെറിച്ച് കാൽനടയാത്രക്കാരുടെ ദേഹത്ത് വീഴുന്നു. പരാതികൾ ഉയരുമ്പോൾ പാറപ്പൊടിയും സിമന്റും ചേർത്ത് കുഴികളിലിട്ട് താൽക്കാലിക പരിഹാരം കാണുകയാണ് അധികൃതർ ചെയ്യുന്നത്. അതേസമയം മഴ പെയ്യുമ്പോൾ ഇവ വീണ്ടും ഒഴുകിപ്പോവും. റോഡ് വീണ്ടും പഴയപടിയാവും. 2 ആഴ്ച ആയതാണ് അവർ സിമന്റ് വെള്ളത്തിൽ തന്നെ കൊണ്ടുവന്നിട്ട് സ്കൂൾ വണ്ടിയും കൊച്ചുങ്ങളും നടന്നു പോയ കോളേജ് കൊച്ചുങ്ങൾക്ക് മുമ്പ് അവർ വലിയ അസൗകര്യമാണ്. ശരിയായ വിധത്തിൽ അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ റോഡ് പൂർണ്ണമായും തകർന്നേക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പാറ TCNM ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയായി ഉയർത്തിയതിന്റെ സന്തോഷത്തിലാണ് രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും. എന്നാൽ ഏത് വിഷയത്തിലുള്ള ബാച്ചാണ് അനുവദിച്ചതെന്ന ഉത്തരവ് ഇനിയും ലഭിച്ചിട്ടില്ല. ഏറെ നാളത്തെ സ്ഥലവാസികളുടെ ആവശ്യമാണ് പുതിയ ഹയർ സെക്കൻഡറി ബാച്ച് അനുവദിച്ചതിലൂടെ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഹയർ സെക്കൻഡറി സ്കൂളില്ലാതിരുന്ന ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ +2 ബാച്ച് അനുവദിച്ചത് നെടുമ്പാറ TCNM ഹൈസ്കൂളിനാണ്. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ നിന്നും നിലവിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികൾ 15 കിലോമീറ്റർ അകലെയുള്ള ഒറ്റക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിനെയോ പുനലൂരിലെ സ്കൂളുകളെയോ ആണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ നെടുമ്പാറയിൽ +2 എത്തുന്നതോടെ ഇതിന് പരിഹാരമാകും. എന്നാൽ +2വിന് ഏത് ബാച്ചാണ് നെടുമ്പാറയിൽ അനുവദിച്ചിരിക്കുന്നതെന്ന് ഉത്തരവ് ലഭിച്ചിട്ടില്ലെന്നും ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക്
40 കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണെന്നും പ്രഥമാധ്യാപകൻ കെ നാഗരാജൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. TCNM ഹൈസ്കൂൾ ഹയർ செகண்டரி ஸ்கூல் ஆனதில் ரொம்ப மகிழ்ச்சி அடைகிறேன். அதுக்கு பாடுபட்ட எல்லா மக்களுக்கும் எல்லா நல்ல உள்ளங்களுக்கும் நான் பாராட்டையும் நன்றியையும் தெரிவித்துக் கொள்கிறேன். இனி இதுவரை எந்த குரூப்பு சேர்க்கணும்னு இதுவரை ஆர்டர் வந்துட்டு இல்லை. ஆர்டர் வந்த பிறகு நாங்கள் 40 பிள்ளைகளை சேர்க்கறதுக்குள்ள தயாரெடுப்பில் இருந்துக்கிட்டு இருக்கோம். 40 பிள்ளைகளும் ரெடியாக இருக்குது. அதனால் எங்களுக்கு பிரச்சனை இல்லை. எல்லா ஸ்கூல்லையும் கிட்டாத பிள்ளைகள் வந்து இப்போ எங்கள் ஸ்கூலில் കിട്ടുംங்கிறதுல സന്തോഷത്തിൽ இருக்காங்க. ന്യൂസ് ബ്യൂറോ ആര്യങ്കാവ്. പ്രധാന വാർത്തകൾ വീണ്ടും. പിതൃതർപ്പണ പുണ്യം തേടി 10,000 വാവ് ബലിയർപ്പിച്ചു. ജില്ലയിലെ പ്രധാന ബലിത്തറകളിലും ക്ഷേത്രങ്ങളിലും വൻ ഭക്തജന തിരക്ക്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പ്രതിഭാ സംഗമം നടത്തിപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ക്രമക്കേട് നടത്തിയെന്ന് ആരോപണം. തെളിവുകളുമായി വെൽഫെയർ പാർട്ടി. പ്രസിഡന്റ് രാജിവെക്കണമെന്ന ഇടതുമുന്നണിയും BJPയും. പഞ്ചായത്ത് ഓഫീസിലേക്ക് യുവമോർച്ച മാർച്ച്. പുനലൂരിലെ അവശേഷിക്കുന്ന പുറമ്പോക്ക് നിവാസികൾക്ക് വീണ്ടും റെയിൽവേയുടെ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ്. അനാവശ്യ ഒഴിപ്പിക്കൽ നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകം. 31 പുനലൂർ താലൂക്ക് ഓഫീസിലേക്ക് CPMന്റെ പ്രതിഷേധ മാർച്ച്. തെന്മല ഉറുകുന്നിൽ ദളിത് യുവതിയെ അയൽവാസികൾ വീട് കയറി ആക്രമിച്ചെന്ന് പരാതി. ഇടത് കൈയിൽ ഒടിവേറ്റ യുവതി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ. പ്രതികൾക്കെതിരെ നടപടി വേണമെന്ന് KPMS. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.